അടുത്തത് ഞാൻ പറഞ്ഞു ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓർഡറിനെയാണ് പറഞ്ഞു. ആ ഓർഡർ എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു റിയാക്ഷൻ്റെ ഓർഡർ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ഈ ചാപ്റ്ററിൽ എല്ലാതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കണമെന്നല്ല, റിപ്പീറ്റഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പറ്റില്ല, പക്ഷേ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ ഓർഡർ ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം, നമ്മൾ റേറ്റ് എക്സ്പ്രസ് ചെയ്യാൻ പഠിച്ചു. ഒരു റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ്? റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു എക്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു വൈ. സി ഉണ്ടെങ്കിൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് സി റേസ് ടു സെറ്റ് എന്നാണ് പറയുന്നത്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സും വൈയും എന്നാണ് കോൺസെൻട്രേഷൻ ടേംസ് ആണെന്ന് പറഞ്ഞു. എക്സ് എയുടെ കോൺസെൻട്രേഷൻ ടേമാണ്, വൈ ബിയുടെ കോൺസെൻട്രേഷൻ ടേമാണ്. ഈ കോൺസെൻട്രേഷൻ ടേമായ എക്സും വൈയും എക്സ്പീരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുന്നതാണ് സയൻറ്റിസ്റ്റുകൾ. ഓക്കെ, അത് പറഞ്ഞു. അപ്പം ഈ എക്സും വൈയും തമ്മിൽ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓർഡർ ഓഫ് എ റിയാക്ഷൻ കിട്ടുന്നത്. എല്ലാ റിയാക്ഷനും ഒരു ഓർഡർ അല്ല, പല ഓർഡറുകളുണ്ട്. ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, സീറോ ഓർഡർ ഉണ്ട്, ഫ്രാക്ഷണൽ ഓർഡർ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ടേമിൻ്റെ സമ്മാണ് എന്ത്? ഓർഡർ ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണെങ്കിൽ ഈ കേസിലാണെങ്കിൽ എന്താ അതിൻ്റെ ഓർഡർ? എക്സ് പ്ലസ് വൈ. ഓക്കെ, നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ ഓർഡർ ഓഫ് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സം ഓഫ് പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദി റേറ്റ് ഇക്വേഷൻ. സം ഓഫ് ദി പവേഴ്സ് ഓഫ്, പവർ ഏതാ? എക്സും വൈയും, അതിൻ്റെ സമ്മ്. ഓക്കെ, അതാണ് പറയുന്നത് സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ്. കോൺസെൻട്രേഷൻ ടൈം ഏതാണ്? എക്സും വൈയും അല്ലെ. എയുടെ കോൺസെൻട്രേഷൻ ടൈമാണ് എക്സ്, ബിയുടെ കോൺസെൻട്രേഷൻ ടൈമാണ് വൈ. അതിൻ്റെ സമ്മ് ആണെന്ത്? ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓർഡർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. നമുക്ക് ഓർഡറിനെ പറ്റി നോക്കാം. ഇറ്റ് ഈസ് എക്സ്പീരിമെൻ്റലി ഡിറ്റർമിൻ. ഞാൻ പറഞ്ഞു സയൻറ്റിസ്റ്റുകൾ ഓൾറെഡി അത് എക്സ്പീരിമെൻ്റലി ഡിറ്റർമിൻ ചെയ്യുന്നതാണ്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷ്യോമെട്രി ഓഫ് ദ റിയാക്ടർ. ഞാൻ നേരത്തെ കേസിൽ പറഞ്ഞു ചിലപ്പോൾ എക്സും വൈയും സ്റ്റോഷ്യോമെട്രിക്ക് ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം. ഓർഡർ മേ ബി ഫ്രാക്ഷണൽ, സീറോ ആൻഡ് വോൾ നമ്പേഴ്സ്. ഓർഡർ എന്തൊക്കെയാവാം? ഫ്രാക്ഷണൽ വാല്യൂ ആവാം, സീറോ വരാം, വോൾ നമ്പേഴ്സ് 1 2 3 എന്നുള്ള വോൾ നമ്പേഴ്സ് വരാം. ദേ ഓൾസോ ബി നെഗറ്റീവ് ഓർ ഇൻഡെഫിനിറ്റ്. ഇൻഡെഫിനിറ്റ് വാല്യൂസ് വരാം, നെഗറ്റീവ് വരാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാണ് ഓർഡറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓർഡർ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ റേറ്റ് ഇക്വേഷൻ. ഇറ്റ് ഈസ് എക്സ്പീരിമെൻ്റലി ഡിറ്റർമിൻ. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷ്യോമെട്രി ഓഫ് ദ റിയാക്ടൻ. ഓർഡർ മേ ബി ഫ്രാക്ഷണൽ, സീറോ ആൻഡ് വോൾ നമ്പർ, നെഗറ്റീവ് ആൻഡ് ഇൻഡെഫിനിറ്റ് വാല്യൂസ്. ക്ലിയർ ആയല്ലോ? നമുക്ക് ഓരോ പറഞ്ഞു ഫസ്റ്റ് ഓർഡർ ഉണ്ട്, സെക്കൻഡ് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, ഫ്രാക്ഷണൽ ഓർഡർ ഉണ്ട്, അങ്ങനെ ഹയർ ഓർഡറുകളുണ്ട്. നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് ഓർഡർ വരെയാണ്. പിന്നെ ഫ്രാക്ഷണൽ ഓർഡറും ഉണ്ട്, പിന്നെ സീറോ ഓർഡർ, അതൊക്കെയാണ് പഠിക്കാനുള്ളത്. ആ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് എക്സാമ്പിൾസുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ റിയാക്ഷൻസ് ഓഫ് ഫസ്റ്റ് ഓർഡർ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഇക്വേഷനായിട്ട് പഠിക്കാൻ അറിയില്ലെങ്കിൽ വേർഡ്സ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. നോക്കാം. ഡീകമ്പോസിഷൻ ഓഫ് നൈട്രജൻ പെൻറ്റോക്സൈഡ് ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നോക്കാം, നമുക്കിവിടെ നോക്കാം. 2N2O5 നൈട്രജൻ പെൻറ്റോക്സൈഡ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ NO2 + O2 ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതാൻ കിട്ടില്ല, ഇക്വേഷനായിട്ട് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ വേർഡ് പഠിക്കുക. ഡീകമ്പോസിഷൻ ഓഫ് നൈട്രജൻ പെൻറ്റോക്സൈഡ് ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇവിടെ റേറ്റ് ഇസ് ഈക്വൽ ടു, റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു റിയാക്റ്റൻ്റെ ഏതാണ്? N2O5 ആണ്, റേസ് ടു 1. എക്സിൻ്റെ സ്ഥാനം നമ്മൾ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. ഇവിടെ ഒരു റിയാക്റ്റൻ്റെ ഉള്ളൂ. ഇവിടെ എക്സിൻ്റെ സ്ഥാനം കോൺസെൻട്രേഷൻ ടേം 1 ആണ്. കാരണം 1 ആയതുകൊണ്ടാണ് അതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇത് സ്റ്റോഷ്യോമെട്രിയോട് ഈക്വൽ ആണോ? അല്ല. ഇവിടെ സ്റ്റോഷ്യോമെട്രി 2 ആണ്, പക്ഷേ ഇവിടുത്തെ ഓർഡർ എന്താ വന്നത്? 1 ആണ്. മനസ്സിലായില്ല? അപ്പോൾ ഈ കേസിൽ സ്റ്റോഷ്യോമെട്രിയോട് ഈക്വൽ അല്ല. ചില കേസിൽ അത് എന്താവാം? സ്റ്റോഷ്യോമെട്രിയോട് ഈക്വൽ ആവാം. അപ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് നൈട്രജൻ പെൻറ്റോക്സൈഡ് ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അത് കാണാതെ പഠിക്കുക തന്നെ വേണം. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടന്നപ്പോൾ സയൻറ്റിസ്റ്റുകൾ അത് ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനാണ് എന്നുള്ളത്. കാണാതെ പഠിക്കുക തന്നെ വേണം. അടുത്ത സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്, അല്ല ഫസ്റ്റ് ഓർഡറിൽ തന്നെ അടുത്ത എക്സാമ്പിളാണ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോളോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞാൽ H2O2 ആണ്. അത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ വാട്ടറും ഓക്സിജനും ആണ് കിട്ടുന്നത്. ഇവിടെ സ്റ്റോഷ്യോമെട്രിയോട് ഈക്വൽ ആണ്. ഇതിൻ്റെ H2O2ൻ്റെ സ്റ്റോഷ്യോമെട്രി 1 ആണ് അല്ലേ. അപ്പോൾ റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O2 1.
where x is equal to 1. Sum of powers of concentration term എന്നാണ് പറഞ്ഞ ഓർഡർ അല്ലേ. ഇവിടെ സമ്മ് കാണേണ്ട ആവശ്യമില്ല, ആകെ ഒരു പവർ ഉള്ളൂ, ഇതാ 1. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ എന്താണ്? ഹിയർ ഓർഡർ ഇസ് ഈക്വൽ ടു 1. ഇവിടെ ഓർഡർ ഇസ് ഈക്വൽ ടു 1. ഫസ്റ്റ് ഓർഡറിൻ്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഡീകമ്പോസിഷൻ ഓഫ് നൈട്രജൻ പെൻഡോക്സൈഡ് ആൻഡ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിയാക്ഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. റിയാക്ഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ. ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ അയോഡൈഡ് ഫോളോസ് ദ സെക്കൻഡ് ഓർഡർ. വി നോ ദാറ്റ് റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് rate is equal to K into concentration of reactants, that is concentration of H2 into concentration of I2. Here the concentration term of H2 is equal to 1 and concentration term of I2 is equal to 1, that is x is equal to 1 and y is equal to 1. Then order is equal to x plus y, that is 1 plus 1 is equal to 2. So it follows second order. Here order is equal to 2. Okay. Here the concentration terms equal to the stoichiometry. Here the stoichiometric coefficient of H2 1 and I2 is 1. So here the order or concentration terms is equal to the stoichiometry of the reactants. Okay. Then next example, ester hydrolysis using sodium hydroxide or alkali. Sodium hydroxide is known as alkali. It is an alkali. Ester hydrolysis means the reaction of ester with water in presence of alkali. Okay. Ethyl acetate react with NaOH to form sodium acetate and ethanol. എസ്റ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? എസ്റ്റർ പ്രിപ്പയർ ചെയ്യുന്നത് ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്നത്? എസ്റ്റർ ഫോം ചെയ്യുന്നത്. എസ്റ്ററിൻ്റെ ഫോർമേഷനൊക്കെ നമ്മൾ ലാബിൽ ചെയ്യും. എസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസൻറ്റ് ഫ്രൂട്ടി സ്മെല്ലുള്ള സബ്സ്റ്റൻസാണ് നമ്മളെന്ന് പറയുന്നത് എസ്റ്റർ എന്ന് പറയുന്നത്. എസ്റ്ററിന് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാണ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡാണ് റിയാക്ട് ചെയ്യുന്നത്. Na+ഉം OH- ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. Na+ CH3CO അടുത്ത് പോകും, അതായത് അസറ്റിക് ആസിഡിൻ്റെ അടുത്തേക്ക് പോകും. OH C2H5 ഈഥേലിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് CH3COO Na + C2H5 OH ആണ്. ദെൻ റേറ്റ് എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NaOH. Here the concentration term x is equal to 1, then concentration term y is equal to 1, then order is equal to x plus y. Okay, it is equal to 2. So ester hydrolysis using alkali follow the second order reaction. രണ്ട് എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ഈ കോൺസെൻട്രേഷൻ ടേം എക്സും വൈയും കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഓൾറെഡി സയൻറ്റിസ്റ്റുകൾ ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഇവിടെ എത്തനോളും സോഡിയം അസറ്റേറ്റും ഉണ്ടാവണമെങ്കിൽ ഈഥൈൽ അസറ്റേറ്റ് 1 കോൺസെൻട്രേഷനും NaOH 1 കോൺസെൻട്രേഷനും എടുത്താൽ മാത്രമേ അവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ. അത് ഓൾറെഡി ഈ എക്സ്പെരിമെൻറ്റ് നടക്കുമ്പോൾ സയൻറ്റിസ്റ്റുകൾ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സം ഓഫ് ദി പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ അല്ലേ. അപ്പോൾ x plus y. ക്ലിയർ ആയല്ലോ. അടുത്തത് റിയാക്ഷൻസ് ഓഫ് തേർഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നൈട്രജൻ ഡൈ ഓക്സൈഡിൻ്റെ ഫോർമേഷനാണ്. 2NO + O2 gives 2NO2. ഇക്വേഷൻ എഴുതാൻ അറിയില്ലെങ്കിലും ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. ഫോർമേഷൻ ഓഫ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഫോളോ തേർഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ. ഹിയർ റേറ്റ് എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NO⁻²2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2⁻²1. ഇവിടെ സ്റ്റോഷിയോമെട്രിയോട് ഈക്വൽ ആണ്. എല്ലായ്പ്പോഴും സ്റ്റോഷിയോമെട്രിയോട് ഈക്വൽ ആവണമെന്നില്ല, പക്ഷേ ഈ കേസിൽ അത് ഈക്വൽ ആണ്. അപ്പോൾ NO⁻²2 O2⁻²1. ദെൻ ഓർഡർ ഇസ് ഈക്വൽ ടു x plus y, that is 2 + 1 is equal to 3. Okay, it follow third order reaction. Then അടുത്തത് the formation of nitrosyl chloride. 2NO + Cl2 gives 2NOCl. Here rate is equal to K into concentration of NO⁻²2 into concentration of Cl2⁻²1. Here order is equal to 2 + 1 equal to 3.
So formation of nitrosyl chloride follows third order reaction. Next, reactions of fractional order. Fractional order is the example is formation of carbon tetrachloride. The chlorine is passed through chloroform. We get carbon tetrachloride and HCl. It follow the fractional order reaction. Here, rate is equal to K into concentration of CHCl3 raised to 1 into concentration of Cl2 raised to 1 by 2. Okay. Order is equal to 1 plus 1 by 2. It is equal to 3 by 2. 3 by 2 is a fractional value. So, the formation of carbon tetrachloride follow fractional order. ഇത് ഓൾറെഡി സയൻറ്റിസ്റ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഈ കാർബൺ ടെട്രാക്ലോറൈഡ് ഫോം ചെയ്യണമെങ്കിൽ ഹാഫ് മോളിക്യൂൾസ് അല്ലെ ഹാഫ് കോൺസെൻട്രേഷൻ ക്ലോറിൻ ഗ്യാസ് ക്ലോറോഫോമിലേക്ക് പാസ് ചെയ്യുമ്പോഴാണ് എന്തായാലും കറസ്പോണ്ടിങ് ആയിട്ട് കാർബൺ ടെട്രാക്ലോറൈഡ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫ്രാക്ഷണൽ ഓർഡറിന് എക്സാമ്പിളാണ് ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ ബ്രോമൈഡ്. ഹൈഡ്രജൻ ബ്രോമൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? H2 plus Br2 gives to HBr. Here rate is equal to K into concentration of H2 raised to 1 into concentration of Br2 raised to 1 by 2. Then order is equal to 1 plus 1 by 2. It is equal to 3 by 2. In the formation of hydrogen bromide, we can pass half concentration of bromine gas through hydrogen gas. We get corresponding hydrogen bromide. So here order is equal to 3 by 2. It follow fractional order. ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഓർഡർ ഡിസ്കസ് ചെയ്തു, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ആൻഡ് ഫ്രാക്ഷണൽ ഓർഡർ. ഇനിയുണ്ട് ഫോർത്ത് ഓർഡർ ഒക്കെ ഉണ്ട്, അതൊന്നും നമുക്ക് പഠിക്കാനില്ല. തേർഡ് ഓർഡറും ഫ്രാക്ഷണൽ ഓർഡറും. ഇനി സീറോ ഓർഡർ റിയാക്ഷനാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് സീറോ ഓർഡർ റിയാക്ഷൻ. ഹേബർ പ്രോസസ്സ് അമോണിയയുടെ ഫോർമേഷനാണ്. ഇത് ഹേബർ പ്രോസസ്സ് അല്ല. അമോണിയ ഡീകമ്പോസ് ചെയ്ത് നൈട്രജനും ഹൈഡ്രജനും ഫോം ചെയ്യണം. ഡീകമ്പോസിഷൻ ഓഫ് നൈട്രജൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് പ്ലാറ്റിനം. ഓക്കെ, പ്ലാറ്റിനത്തിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഇറ്റ് ഫോളോസ് ദ സീറോ ഓർഡർ റിയാക്ഷൻ. റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 0. ഹിയർ ഓർഡർ ഈസ് ഈക്വൽ ടു 0. ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ, വൈ ഇല്ല. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇത് സ്റ്റോഷിയോമെട്രിയോട് ഈക്വൽ ആണോ? അല്ല, അവിടെ സ്റ്റോഷിയോമെട്രി 2 ആണ്. പക്ഷേ 2 ആണെങ്കിലും ഇത് ഏത് ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്? സീറോ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ചില കേസിൽ നമുക്ക് സ്റ്റോഷിയോമെട്രിയോട് ഈക്വൽ ആയിട്ടുള്ളത് കണ്ടു, ചില കേസിൽ അതെന്തല്ല, ഓർഡർ സ്റ്റോഷിയോമെട്രിക്ക് ഈക്വൽ അല്ല. ഓർഡർ മീൻസ് എക്സും വൈയും, എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ചില സമയത്ത് എന്താണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് കൊണ്ട് ഈക്വൽ ആണ്, ചില സമയത്ത് ഈക്വൽ അല്ല. ഓക്കെ, അടുത്ത സീറോ ഓർഡറിൻ്റെ എക്സാമ്പിളാണ് തെർമൽ ഡീകമ്പോസിഷൻ ഓഫ് HI ഓൺ ഗോൾഡ് സർഫസ്. ഈ റിയാക്ഷൻ നടക്കുന്നത് ഗോൾഡ് സർഫസിലാണ്. തെർമൽ ഹീറ്റ് കൊടുക്കണം. ഓക്കെ, HI ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രജനും അയോഡിനും ഫോം ചെയ്യാണ്. ഹിയർ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് HI റേസ് ടു 0. ദെൻ ഓർഡർ ഈസ് ഈക്വൽ ടു സീറോ ഓർഡർ റിയാക്ഷൻ. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടു H2 plus I2 gives hydrogen iodide to HI. That is the formation of hydrogen iodide follow the second order reaction. Okay, the decomposition of HI follow ചെയ്യുന്നത് സീറോ ഓർഡർ റിയാക്ഷൻ ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്, കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കുക തന്നെ വേണം. കാരണം ഇത് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ് ആയതുകൊണ്ട്, സയൻറ്റിസ്റ്റുകൾ ഓൾറെഡി കണ്ടുപിടിച്ചതായതുകൊണ്ട് നമ്മൾ ഈ ഓർഡറിനുള്ള 2 എക്സാമ്പിൾ വീതം നന്നായി പഠിച്ചു വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്ന പോലെ ഇപ്പോൾ ഈ കേസാണെങ്കിൽ നമ്മൾ പഠിക്കുക ഡീകമ്പോസിഷൻ ഓഫ് അമോണിയ ഫോളോ സീറോ ഓർഡർ റിയാക്ഷൻ, അങ്ങനെ പഠിക്കുക. അല്ലാതെ ഇങ്ങനെ ഈ ഇക്വേഷൻ എഴുതണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. സീറോ ഓർഡറിൻ്റെ യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമുക്ക് പറഞ്ഞു ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഡർ ഓഫ് ദ റിയാക്ഷൻ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റൻ്റ് യൂണിറ്റ് ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന്. ഇൻ സീറോ ഓർഡർ റിയാക്ഷൻ റേറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് റേസ് ടു 0. Here K into concentration of A raised to 0. In the place of reactant, we put A, capital letter A, the concentration of A raised to 0. We know that 2 raised to 0, then 3 raised to 0
ഏത് സംഖ്യ ആണെങ്കിലും അത് റേസ് ടു 0 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാണ്? ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? a റേസ് ടു 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 1. ദെൻ റേറ്റ് ഈസ് ഈക്വൽ ടു k. ദെൻ യൂണിറ്റ് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ അതുതന്നെയായിരിക്കും കെയുടെ യൂണിറ്റ്. യൂണിറ്റ് ഓഫ് k ഈസ് ഈക്വൽ ടു മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഫോർ സീറോ ഓർഡർ റിയാക്ഷൻ the unit of k is equal to mol liter inverse second inverse. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1. ഹിയർ ഓർഡർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും അല്ലെ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുമ്പം. ദെൻ റേറ്റ് ഈസ് ഈക്വൽ ടു കെയുടെ യൂണിറ്റാണ് കണ്ടുപിടിക്കണം. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. കെ ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. ദെൻ റേറ്റിൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ദെൻ ഏതൊരു പാർട്ടിക്കിൾസ് അതിപ്പോൾ റിയാക്റ്റൻ്റ് ആണെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മളെ മൊളാലിറ്റിയിലോ നോർമാലിറ്റിയിലോ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് ആണ്. ദെൻ ന്യൂമറേറ്ററിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഉണ്ട്, ഡിനോമിനേറ്ററിലും മോൾ ലിറ്റർ ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി എന്താ കിട്ടുക? സെക്കൻഡ് ഇൻവേഴ്സ്. ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ദ യൂണിറ്റ് ഓഫ് കെ ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഇൻവേഴ്സ്. അപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻ്റെ ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സീറോ ഓർഡർ ആണെങ്കിൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ദെൻ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ യൂണിറ്റ് എന്താണ്? കെയുടെ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷനിലെ ഓർഡർ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A2. ദെൻ ഓർഡർ രണ്ട് റിയാക്റ്റൻ്റ് എടുക്കാതെ ഒരു റിയാക്റ്റൻ്റ് എടുത്തിട്ട് അതെല്ലാം ഓർഡർ 2 ആക്കി ഇട്ടേക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2. കെ ഈസ് ഈക്വൽ ടു കെ എങ്ങനെ കണ്ടുപിടിക്കുക? റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 2. ദെൻ റേറ്റിൻ്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. ദെൻ ഒരു എയുടെ യൂണിറ്റ് എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ്. അങ്ങനെ 2 എ ഉണ്ട് അല്ലേ? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അപ്പോൾ മോൾ ലിറ്റർ ഇൻവേഴ്സ്. ദെൻ ഈ മോൾ ലിറ്റർ ഇൻവേഴ്സും ഈ മോൾ ലിറ്റർ ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉള്ളത്? സെക്കൻഡ് ഇൻവേഴ്സ് ഉണ്ട്, മോൾ ലിറ്റർ ഇൻവേഴ്സ്. ഇനി ഇവിടെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതെല്ലാം ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്താ വ്യത്യാസം വരിക? അവിടെ ഓൾറെഡി സെക്കൻഡ് ഇൻവേഴ്സ് ഉണ്ട്. ദെൻ മോള് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ മോൾ ഇൻവേഴ്സ് ആവും. ദെൻ ലിറ്റർ ഇൻവേഴ്സ് ആണത് മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ലിറ്റർ. അപ്പോൾ എന്താ യൂണിറ്റ് വരിക? സെക്കൻഡ് ഇൻവേഴ്സ് ലിറ്റർ മോൾ ഇൻവേഴ്സ്. ദ യൂണിറ്റ് ഓഫ് കെ ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ഇസ് സെക്കൻഡ് ഇൻവേഴ്സ് ലിറ്റർ മോൾ ഇൻവേഴ്സ്. കണ്ടോ? ഓരോ ഓർഡറിനും ഓരോ യൂണിറ്റാണ് കേക്കുള്ളത്. ദെൻ അടുത്തത് തേർഡ് ഓർഡർ റിയാക്ഷൻ. തേർഡ് ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എ റേസ് ടു 3 അല്ലേ? ഓർഡർ 3 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ കെ ഈസ് ഈക്വൽ ടു റേറ്റ് ഡിവൈഡഡ് ബൈ എ റേസ് ടു 3. റേറ്റിൻ്റെ യൂണിറ്റ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇൻറ്റു മോൾ ലിറ്റർ ഇൻവേഴ്സ് ഇൻറ്റു മോൾ ലിറ്റർ ഇൻവേഴ്സ്. ദെൻ ഈ മോൾ ലിറ്റർ ഇൻവേഴ്സും ഈ മോൾ ലിറ്റർ ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി അവിടെ എന്താ ഉള്ളത്? 2 മോളുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇടാം? സെക്കൻഡ് ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ മോൾ ഇൻറ്റു മോൾ മോൾ സ്ക്വയർ. ദെൻ എൽ -1 ഇൻറ്റു എൽ -1. നമുക്കറിയാം ഇൻറ്റു വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? റേസ്റ്റുകൾ തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ -1 + -1 ഇറ്റ് ഈസ് ഈക്വൽ ടു -2 അല്ലേ? ദെൻ ഇത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എന്തായിട്ടാണ് മാറുക? സെക്കൻഡ് ഇൻവേഴ്സ് മോൾ സ്ക്വയർ എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ മോൾ റേസ് ടു -2 ആവും. എൽ റേസ് ടു -2 എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എൽ സ്ക്വയർ എന്നാവും. അപ്പോൾ യൂണിറ്റ് എന്താ വരിക? എൽ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ് മോൾ റേസ് ടു -2. ഡിനോമിനേറ്ററിലുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ മോൾ റേസ് ടു -2 ആവും. എൽ -2 ആണ്, അത് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ എൽ സ്ക്വയർ ആവും. സെക്കൻഡ് ഇൻവേഴ്സ് അവിടെ തന്നെ ഉള്ളതാണ്. അപ്പോൾ യൂണിറ്റ് തേർഡ് ഓർഡറിന് എന്താണ്? എൽ സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ് മോൾ റേസ് ടു -2. ഇങ്ങനെ നമുക്ക് ഓരോ ഓർഡറിൻ്റെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനി ഇങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോന്നും എഴുതി ഇങ്ങനെ കണ്ടുപിടിക്കാൻ നിൽക്കണം.
പെട്ടെന്ന് തന്നെ നമുക്ക് യൂണിറ്റ് അറിയണം. ഇപ്പോൾ ഒരു മാർക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, കെയുടെ യൂണിറ്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല, കുറച്ചധികം ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ജനറൽ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുകയാണ്. ഏത് ഓർഡറിൻ്റെയും നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്നത്. ഇൻ ജനറൽ വി ക്യാൻ യൂസ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇതുപയോഗിച്ച് നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? റേറ്റ് കോൺസ്റ്റൻറ്റ്. ഏത് ഓർഡറിൻ്റെ വേണമെങ്കിലും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ജനറൽ ഫോർമുല? മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ് where n is the order of the reaction. where n is the order of the reaction. നമുക്ക് തേർഡ് ഓർഡറിൻ്റെ ഇത് കണ്ടുപിടിച്ച് നോക്കാം. എങ്ങനെയാണ് കിട്ടാൻ നോക്കാം. മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് തേർഡ് ഓർഡറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ആണ്. അപ്പോൾ തേർഡ് ഓർഡർ ആയതുകൊണ്ട് n എന്തായിരിക്കും? 3 ആയിരിക്കും. ദെൻ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് 3 ഇറ്റ് ഈസ് മൈനസ് 2 സെക്കൻഡ് ഇൻവേഴ്സ്. ദെൻ ബ്രാക്കറ്റിന് റേസ് ടു -2 ആണ്. അപ്പോൾ ഈ മോളിനും ലിറ്റർ ഇൻവേഴ്സിനും എന്താണ് ഈ -2 ഉള്ളതാണ്. അപ്പോൾ എന്താ വരിക? നമ്മളെങ്ങനെ എഴുതാം? മോൾ റേസ് ടു -2 L -1 ഇൻറ്റു -2 L സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ്. കണ്ട, ഇങ്ങനെയും കണ്ടുപിടിക്കാം. ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെ നമ്മൾ തേർഡ് ഓർഡറിൻ്റെ കണ്ടുപിടിച്ചപ്പോഴും കിട്ടിയത്? L സ്ക്വയർ സെക്കൻഡ് ഇൻവേഴ്സ് സ്മോൾ റേസ് ടു -2. കണ്ട, ഇങ്ങനെ കണ്ടുപിടിച്ചാലും ഈ ജനറൽ ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാലും നമുക്ക് എന്തായിരിക്കും? സെയിം തന്നെയാണ് കിട്ടാം. അപ്പോൾ എളുപ്പം ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിറ്റ് കോൺസ്റ്റൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറൽ ഫോർമുല പഠിക്കുകയാണ് നല്ലത്. എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് ഓൾ റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ് where n is the order of the reaction. ഓർഡർ കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത് പഠിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മോളിക്കുലാരിറ്റി ഓഫ് റിയാക്ഷൻ. എന്താണ് മോളിക്കുലാരിറ്റി? മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എത്ര പാർട്ടിക്കിൾസ് ഒരു റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തു, അതായത് എത്ര റിയാക്റ്റൻറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു ആ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തു, അതിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാരിറ്റി എന്ന് പറയാം. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് അയോൺസ് which collide simultaneously to bring about the reaction. അതായത് ആറ്റംസ് ആവാം, അല്ലെങ്കിൽ മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം. അത് എത്ര നമ്പർ ഈ റിയാക്ഷനിൽ ഒരു റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്തു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാരിറ്റി ഓഫ് ദ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ കൊളീഷൻ തിയറി പഠിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ കൊളീഷൻ തിയറിയിൽ നമ്മൾ എന്ത് പറയുന്നത്? അവർക്ക് ഒരു എനർജി കിട്ടുമ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. കൊളീഷൻ ടേക്ക് പാർട്ട് ചെയ്യും റിയാക്റ്റൻ മോളിക്യൂൾസ് തമ്മിൽ. അങ്ങനെ കൊളീഷൻ്റെ ഫലമായിട്ടാണ് അവിടെ എന്തുണ്ടാവുന്നതെന്ന്? പ്രൊഡക്റ്റ് ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെയും പറയുന്നത്. എത്ര നമ്പർ ഓഫ് ആറ്റംസും മോളിക്യൂൾസും അയോൺസാണ് തുടർച്ചയായിട്ട് കൊളൈഡ് ചെയ്യുന്നത്, എന്നിട്ടൊരു റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. അതായത് കൊളൈഡ് ചെയ്യുമ്പോഴാണ് അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് എന്തുണ്ടാവുന്നത്? പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത്. ആ നമ്പർ ഓഫ് ആറ്റംസിനെയും മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ഏത് വേണമെങ്കിലും ആവാം. അയോൺസ് ആവാം, ചിലപ്പോൾ മോളിക്യൂൾസ് ആവാം. ഇപ്പോൾ 2H2 + O2 gives 2H2O. അതിൽ നോക്കുകയാണെങ്കിൽ H2 മോളിക്യൂളാണ്, O2 മോളിക്യൂളാണ് റിയാക്ട് ചെയ്യുന്നത് അല്ലേ. മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവാം? റിയാക്ഷൻസ് ടേക്ക് പാർട്ട് ചെയ്യാം. ഓക്കെ, അവർ തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് എന്തുണ്ടാവാം? പ്രൊഡക്റ്റ് ഉണ്ടാവാം. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ Na++Cl- gives NaCl. അവിടെ എന്താ നടക്കുന്നത്? അയോൺസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് Na+ഉം Cl- തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? NaCl ഉണ്ടാവും. അവിടെ അയോൺസ് ആണ്. ആറ്റംസ് ഉള്ളത് നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? H, അതായത് 2H+. ഇങ്ങനെ വേറെ നമ്മൾ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ O2 + O gives ഓസോൺ, O3 എന്ന് പറയാം. അതിൽ O2 മോളിക്യൂളാണ്, അതിൽ O എന്ന് പറയുന്നത് ആറ്റാണ്. അവിടെ മോളിക്യൂളും ആറ്റവും തമ്മിലാണ് കൊളൈഡ് ചെയ്യുന്നത്, എന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഓസോൺ, കറസ്പോണ്ടിങ് ഓസോൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് പറയാം? ഒരു റിയാക്ഷനിൽ ചിലപ്പോൾ ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, ചിലപ്പോൾ അയോൺസ് ആവാം ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ എണ്ണം അവർ പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് തുടർച്ചയായി കൊളൈഡ് ചെയ്തിട്ടാണ് ഇന്ന് നടക്കുന്നത്, റിയാക്ഷൻ നടക്കുന്നത്. അങ്ങനെ ആ റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന ആറ്റത്തിൻ്റെയോ മോളിക്യൂൾസിൻ്റെയോ അയോൺസിൻ്റെയോ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് 3 ടൈപ്പ് മോളിക്കുലാരിറ്റി റിയാക്ഷൻസ് ആണ്. ഒന്ന് യൂണിമോളിക്കുലാർ റിയാക്ഷൻ, ബൈമോളിക്കുലാർ റിയാക്ഷൻ, ട്രൈമോളിക്കുലാർ റിയാക്ഷൻ. ഇനി ടെട്രാമോളിക്കുലാർ റിയാക്ഷൻസ് ഇല്ല. കാരണം അവിടെ സൈമുൾട്ടേനിയസ് കൊളീഷൻ നടക്കണം, തുടർച്ചയായ കൊളീഷൻ നടക്കണം. അപ്പോൾ 2 മോളിക്യൂൾസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്താ വെച്ചാൽ സൈമുൾട്ടേനിയസ് ആയിട്ട് കൊളീഷൻ നടക്കാം. പക്ഷേ 3-ലധികം മോളിക്യൂൾസ് ആണെങ്കിൽ, അതായത് 3-നേക്കാളും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ കൊളീഷൻ, സൈമുൾട്ടേനിയസ് കൊളീഷൻ പോസിബിൾ അല്ല. അതായത് സൈമുൾട്ടേനിയസ് ആയിട്ട് അവർക്ക് 3-ലും കൂടുതൽ എണ്ണത്തിന് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തുടർച്ചയായിട്ട് കൊളൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. 3 എണ്ണമൊക്കെ ആണെങ്കിൽ പിന്നെയും കൊളൈഡ് ചെയ്യാം. തുടർച്ചയായ കൊളീഷൻ പോസിബിൾ ആവണം, എന്നാലാണ് ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുള്ളൂ. അപ്പോൾ 3 എണ്ണം വരെ എന്ത് നടക്കുള്ളൂ, സൈമുൾട്ടേനിയസ് കൊളീഷൻ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മോളിക്കുലാരിറ്റി എത്ര വരെ വരുള്ളൂ, 3 വരെ വരുള്ളൂ. ഓക്കെ, നോക്കാം. ഇഫ് ദ റിയാക്ഷൻ ഇൻവോൾവ്സ് ഓൺലി 1 സ്പീഷ്യസ്, അതായത് ഓൺലി 1 സ്പീഷ്യസ് അല്ലെങ്കിൽ 1 ആറ്റം അല്ലെങ്കിൽ 1 മോളിക്യൂൾസ് അല്ലെങ്കിൽ 1 കോമ്പൗണ്ട്സ് ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, യൂണിമോളിക്കുലാർ റിയാക്ഷൻ എന്ന് പറയും. അതിന് എക്സാമ്പിൾ തന്നിരിക്കുന്നത് NH4NO2 ഗീവ്സ്, അതായത് അമോണിയം നൈട്രേറ്റ് ആണ്. അതിന് തെർമൽ ഡീകമ്പോസിഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നൈട്രജനും 2H2O കിട്ടി. ഇവിടെ നോക്കുക, അമോണിയം നൈട്രേറ്റ് തെർമൽ ഡീകമ്പോസിഷനിലെ 1 മോളിക്യൂൾ അമോണിയം നൈട്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ടേക്ക് പാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്, യൂണിമോളിക്കുലാർ റിയാക്ഷൻ ആണ്. ഓക്കെ, അടുത്തത് നോക്കുകയാണെങ്കിൽ ഇഫ് ദ റിയാക്ഷൻ ഇൻവോൾവ്സ് 2 സ്പീഷ്യസ്, ഇവിടെ നോക്കാം, HI ഹൈഡ്രജൻ അയോഡൈഡ് എത്ര മോളിക്യൂൾസ് ഉണ്ട്, 2 മോളിക്യൂൾ ഹൈഡ്രജൻ അയോഡൈഡ് ആണ് ഇവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ഇവിടെ ബൈമോളിക്കുലാർ റിയാക്ഷൻസ് ആണ്. ഇഫ് ദ റിയാക്ഷൻ ഇൻവോൾവ്സ് 3 സ്പീഷ്യസ്, ഇവിടെ നോക്കാം, 2 NOയും 1 O2. അപ്പോൾ മൊത്തം എത്രയുണ്ട്, 2 + 1 3 മോളിക്യൂൾസ് ആണ് റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, ട്രൈമോളിക്കുലാർ റിയാക്ഷൻസ് ആണ്. ടെട്രാമോളിക്കുലാർ റിയാക്ഷൻസ് ഇമ്പോസിബിൾ ആണ്. കാരണം എന്താണ്, 4 സ്പീഷ്യസ് ആണെങ്കിൽ അവരുടെ സൈമുൾട്ടേനിയസ് കൊളീഷൻ നടക്കില്ല. 3 എണ്ണം വരെ തുടർച്ചയായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ പറ്റും. പക്ഷെ 3-ലധികം 4 ആവുമ്പോൾ അവിടെ എന്താ, സൈമുൾട്ടേനിയസ് കൊളീഷൻ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് അതിനേക്കാളും കൂടുതൽ മോളിക്കുലാരിറ്റി കുറവാണ്, ഇല്ല. ഓക്കെ, അപ്പോൾ 3 മോളിക്കുലാരിറ്റി നമുക്ക് പഠിക്കാറുള്ളത് യൂണിമോളിക്കുലാർ, ബൈമോളിക്കുലാർ, ട്രൈമോളിക്കുലാർ. ഓക്കെ, ഇവിടെ നോക്കാം, മോളിക്കുലാരിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ HIയുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ് 2 തന്നെയാണ് അവിടെ മോളിക്കുലാരിറ്റി. ബൈമോളിക്കുലാർ എന്ന് പറയുമ്പോൾ അവിടെ മോളിക്കുലാരിറ്റി 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ മോളിക്കുലാരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതേത് മോളിക്കുലാരിറ്റി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, എന്താണ് പറയുന്നത്, മോളിക്കുലാരിറ്റി ഡസ് നോട്ട് എക്സീഡ് 3. വൈ, എന്തുകൊണ്ടാണ് 3-നും കൂടുതൽ ഉണ്ടാവാത്തത്? ദ ചാൻസസ് ഓഫ് സൈമുൾട്ടേനിയസ് കൊളീഷൻ ഓഫ് മോർ ദാൻ 3 പാർട്ടിക്കിൾസ് ആർ വെരി റെയർ. ചിലപ്പോൾ ഉണ്ടാവാം, പക്ഷെ അത് റെയറാണ്. തുടർച്ചയായിട്ട് കൊളീഷൻ നടക്കണമെങ്കിൽ 3-ലധികം പാർട്ടിക്കിൾസ് ആണെങ്കിൽ നടക്കില്ല. അതുകൊണ്ട് അതെന്താണ്, മോളിക്കുലാരിറ്റി ഡസ് നോട്ട് എക്സീഡ് 3. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെരിമെൻ്റലി അല്ല, അത് തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു ഇക്വേഷൻ തരുമ്പോൾ തന്നെ അതിൻ്റെ സ്റ്റോഷിയോമെട്രിയോട് ഈക്വൽ ആണ് ഇത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ സ്റ്റോഷിയോമെട്രി എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ വാല്യൂ, സീറോ വാല്യൂ, നെഗറ്റീവ് വാല്യൂ ഒന്നും ഉണ്ടാവില്ല. അത് ആകെ കൂടി എന്താണ്, വോൾ നമ്പേഴ്സ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതായത് ഇൻറ്റഗ്രൽ വാല്യൂസ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. അതായത് 1, 2, 3 അങ്ങനത്തെ വാല്യൂസ്, ഇൻറ്റഗ്രൽ വാല്യൂസ് മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, മോളിക്കുലാരിറ്റിക്ക് ഉണ്ടാവുള്ളൂ. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് ഒരു തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഇൻ ദ റിയാക്ഷൻ. മനസ്സിലായല്ലോ. അപ്പം എന്താ മോളിക്കുലാരിറ്റി എന്ന് മനസ്സിലായി, മോളിക്കുലാരിറ്റി ഈസ് ദി നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ഓർ അയോൺസ് വിച്ച് കൊളൈഡ് സൈമുൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദി റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കാനായിട്ട് പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്യും പരസ്പരം. ആ എത്ര പാർട്ടിക്കിൾസ് കൊളൈഡ് ചെയ്തു, അതാണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. മോളിക്കുലാരിറ്റി പൊതുവെ 3 വരെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് റെയറാണ്. കാരണം സൈമുൾട്ടേനിയസ് കൊളീഷൻ നടക്കണമെങ്കിൽ, തുടർച്ചയായ കൊളീഷൻ നടക്കണമെങ്കിൽ 3 പാർട്ടിക്കിൾസ് തമ്മിലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് 3-നേക്കാൾ കൂടുതൽ ലെസ്സാണ്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മോളിക്കുലാരിറ്റി ആൻഡ് ഓർഡർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എഴുതി തന്നിട്ടുള്ളത് വളരെ സിമ്പിളാണ്. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് അയോൺസ് വിച്ച് കൊളൈഡ് സൈമുൾട്ടേനിയസ്ലി ടു ബ്രിങ് അബൌട്ട് ദ റിയാക്ഷൻ. നേരത്തെ പറഞ്ഞു. എന്താ ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ഇക്വേഷൻ ഓർ റേറ്റ് ലോ. ഓക്കെ, ദെൻ മോളിക്കുലാരിറ്റി ഞാൻ പറഞ്ഞ നേരത്തെ എന്താണ്, തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ആണ്. നമുക്കൊരു ഇക്വേഷൻ കണ്ടാൽ തന്നെ അതിൻ്റെ മോളിക്കുലാരിറ്റി പറയാൻ പറ്റും. പക്ഷെ ഓർഡർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ സയൻറ്റിസ്റ്റുകൾ എക്സ്പെരിമെൻ്റലി അവിടെ ഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതെന്താണ്, ഇറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി ഡിറ്റർമിൻഡ്. ഓക്കെ,
ഓക്കെ. ദെൻ മോളിക്കുലാരിറ്റിയുടെ വാല്യൂസ് 1, 2, 3 എന്നാ പറ്റുള്ളൂ. അതായത് ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രൽ വാല്യൂ മാത്രമേ മോളിക്കുലാരിറ്റിയിൽ ഉണ്ടാവുള്ളൂ. ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റഗ്രൽ ആവാം, 0 വരാം, ഫ്രാക്ഷണൽ വരാം. ഓക്കെ. ദെൻ ഫോർ സിമ്പിൾ റിയാക്ഷൻ മോളിക്കുലാരിറ്റി ഒബ്റ്റെയിൻഡ് ഫ്രം സ്റ്റോഷിയോമെട്രി ഓഫ് ദ റിയാക്ഷൻ. ഞാൻ പറഞ്ഞു മോളിക്കുലാരിറ്റി എന്തിനോട് ഈക്വൽ ആണ്? സ്റ്റോഷിയോമെട്രി കോഎഫിഷ്യന്റിനോട് ഈക്വൽ ആണ്. ഓർഡറോ ചിലപ്പോൾ ഈക്വൽ ആവാം, ഈക്വൽ ആവാതിരിക്കാം എന്നാണ് പറയുന്നത്. ഇറ്റ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രി ഓഫ് ദ ഇക്വേഷൻ. ക്ലിയർ ആയല്ലോ? ഈ 4 ഡിഫറൻസ് ആണ് മോളിക്കുലാരിറ്റിയും ഓർഡറും തമ്മിൽ. ചിലപ്പോൾ 4 മാർക്കിന് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ 2 മാർക്കിന് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദിക്കുമ്പോഴും 4 പോയിന്റ് എഴുതണം, 4 മാർക്കിന് ചോദിക്കുമ്പോഴും 4 പോയിന്റ് എഴുതണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിനും 1/2 മാർക്ക് വീതം, ഹാഫ് മാർക്ക് വീതമാണ് തരിക. 4 മാർക്ക് ചോദിക്കുകയാണെങ്കിൽ ഓരോ പോയിന്റിനും ഓരോ മാർക്ക് വീതം തരാറുണ്ട്. അപ്പോൾ ഈ മോളിക്കുലാരിറ്റിയും ഓർഡറും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കണം. അടുത്ത ടോപ്പിക്കാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ? സ്യൂഡോ മീൻസ് ഫോൾസ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും അത് ഹയർ ഓർഡർ ആണെന്ന്, അത് 2, 3 ഓർഡർ ആണെന്ന് തോന്നും. പക്ഷെ അത് ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസിനെ പറയുന്ന പേരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദ റിയാക്ഷൻ വിച്ച് അപ്പിയേഴ്സ് ടു ബി ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എക്സാമ്പിൾ പറയുന്നുണ്ട് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ. എസ്റ്ററിന് ആസിഡ് ഹൈഡ്രോളിസിസ് ചെയ്യാം. അതായത് ഒരു എസ്റ്ററിലേക്ക്, ഇത് ഇഥൈൽ അസറ്റേറ്റ് ആണ്, വാട്ടർ ആഡ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ആസിഡ്. നമുക്കറിയാം H2O ഡിസോസിയേറ്റ് ചെയ്ത് H+ഉം OH- ആയിട്ട് മാറും. അതിൽ H+ അസറ്റേറ്റിൻ്റെ അടുത്തേക്ക് വരും, അപ്പോൾ അത് അസറ്റിക് ആസിഡ് ആവും. കണ്ട CH3COOH ആവും. പിന്നെ അതിൽ OH ഉണ്ട്. ഓക്കെ, OH ഈഥൈലിൻ്റെ അടുത്തേക്ക് പോകും, അപ്പോൾ C2H5OH ആവും. ഇതാണ് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ എന്ന് പറയുന്നത്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നാം റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് H2O എന്നും തോന്നാം. പക്ഷേ ഇവിടെ H2O എന്ന് പറഞ്ഞാൽ ലാർജ് വാട്ടറാണ്. അതിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ പൊതുവെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പം അതുകൊണ്ട് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CH3COO C2H5 വരുള്ളൂ. അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് എത്രയാണ്? 1. കാണുമ്പോൾ നമുക്ക് 2 ആണെന്ന് തോന്നും, പക്ഷെ അത് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. നമ്മൾ നേരത്തെ സെക്കൻഡ് ഓർഡർ റിയാക്ഷനിൽ എസ്റ്റർ ഹൈഡ്രോളിസിസ് കണ്ടു, തെറ്റിപ്പോവരുത്. അത് ആൽക്കലിയുടെ ഹൈഡ്രോളിസിസ് ആയിരുന്നു, NaOH യൂസ് ചെയ്തിട്ട്. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ആസിഡ് ഹൈഡ്രോളിസിസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഫോളോ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ, ബട്ട് ആസിഡ് ഹൈഡ്രോളിസിസ് ഓഫ് എസ്റ്റർ ഫോളോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഞാൻ കാരണം പറഞ്ഞു, ഇവിടെ വാട്ടറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഇൻകമിങ് മോളിക്യൂൾസ് ആകുന്നത് എസ്റ്ററിലേക്ക്. ഓക്കെ, അപ്പോൾ അവിടെ വാട്ടർ എക്സസ് ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Here, water present as a large quantity, so its concentration remains constant. അടുത്തതാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻവേർഷൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡൈസാക്രൈഡ്സ് അല്ലെങ്കിൽ പോളിസാക്രൈഡ്സ് അതിൻ്റെ കറസ്പോണ്ടിങ് മോണോമേഴ്സായിട്ട് മാറുക, അതിനാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുക. അപ്പോൾ ഡൈസാക്രൈഡ്സ് മോണോസാക്രൈഡ്സ് ആയിട്ട് മാറുക. ഓക്കെ, അതായത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഡൈസാക്രൈഡ്സ് ആണ്. അതെന്തായിട്ട് മാറും? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ മാറും. മനസ്സിലായില്ലേ? അതായത് ഇതൊരു കോംപ്ലക്സ് മോളിക്യൂൾസ് സിംപ്ലറായിട്ട് മാറുക. സൂക്രോസ്, ഗ്ലൂക്കോസും ഫ്രക്ടോസ്, അതിനാണ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ എന്ന് പറയുന്നത്. ഡൈസാക്രൈഡാണ്, അതെന്തായിട്ട് കൺവേർട്ട് ചെയ്തു? മോണോസാക്രൈഡ്സ് ആയിട്ട് മാറി, സിമ്പിൾ ഗ്ലൂക്കോസ് യൂണിറ്റ്സ് ആയിട്ട് മാറി. അതാണ് ഇൻവേർഷൻ എന്നുദ്ദേശിക്കുന്നത്. അതും ആസിഡിൻ്റെ പ്രസൻസിലാണ്. ഇവിടെ വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ ഇവിടെയും എക്സസ് ക്വാണ്ടിറ്റി എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് C12H22O11. സൂക്രോസിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഓർഡർ 1 ആണ്. കാണുമ്പോൾ നമുക്കത് സെക്കൻഡ് ഓർഡർ ആണെന്ന് തോന്നും, പക്ഷേ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവിടെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? സൂക്രോസിൻ്റെ കോൺസെൻട്രേഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഹിയർ ഓർഡർ ഈസ് ഈക്വൽ ടു 1. ഇതാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ.